രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിന് കാശ്മീരിലെ പുൽവാമ ഇന്നലെ സാക്ഷ്യം വഹിച്ചു. ഒറ്റ ദിവസം കൊണ്ട് രാജ്യത്തിൽ നഷ്ടപ്പെട്ടത് 44-ലേറെ ധീര ജവാന്മാരെ. 2012 ജമ്മുവിലെ കൽചക് സൈനിക കേന്ദ്രത്തിൽ നിന്ന് 36 സൈനികരെ നഷ്ടപ്പെട്ടതിനു ശേഷം 2008 മുംബൈ ആക്രമണത്തിന് ശേഷം ഇത്ര വലിയ ആക്രമണം ഇന്ത്യ കാണുന്നത് ഇപ്പോഴാണ്. നേരിടാൻ ഒരുങ്ങുന്നതിന് മുന്നേ തിരിച്ചടിച്ചിരിക്കുന്നു പാകിസ്ഥാൻ പിന്തുണയുള്ള സംഘടന. വ്യാഴാഴ്ച പുലർച്ചെ 3:30-യോടെയാണ് CRPF ജവാന്മാരുടെ ആ സംഘം ജമ്മുവിൽ നിന്ന് പുറപ്പെട്ടത്. സാധാരണ ഇത്തരമൊരു വാഹന വ്യൂഹത്തിൽ 1000 പേരെയാണ് ഉൾപ്പെടുത്താറുള്ളത്. എന്നാൽ ഇത്തവണ അത് 2547 ആയി. മഞ്ഞുവീഴ്ച കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ ദേശീയപാത അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ വഴിയിൽ കാര്യമായ ട്രാഫിക് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഇത്തവണ ജവാന്മാരുടെ എണ്ണം കൂടാൻ കാരണമായത്. ഭൂരിപക്ഷം പേരും അവധിക്ക് ശേഷം തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള യാത്രയിലായിരുന്നു. റോഡിലെ പ്രതിബന്ധങ്ങൾ മാറ്റാനും ഭീകരാക്രമണത്തെ പ്രതിരോധിക്കാനും പ്രത്യേക സംഘങ്ങൾ വാഹന വ്യൂഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. 3944 ജവാന്മാരുണ്ടായിരുന്ന സൈനിക വാഹനത്തിലേക്കാണ് ജെയ്ഷെ ഭീകരൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റിയത്. 1012 കിലോമീറ്റർ ദൂരേക്ക് വരെ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നു. സ്ഫോടനത്തിൽ തകർന്ന ബസ് ഒരു ഇരുമ്പ് കൂമ്പാരമായ അവസ്ഥയായിരുന്നു. സമീപത്തെ കടക്കാരെല്ലാം ഓടി രക്ഷപ്പെട്ടു. ജമ്മു കാശ്മീർ നിയമസഭയ്ക്ക് നേരെ 2001-ലുണ്ടായ കാർ ബോംബ് ആക്രമണത്തിന് ശേഷം താഴ്വരയിൽ ഇതാദ്യമായാണ് ഇത്തരം ഒരു ചാവേറാക്രമണം. അന്ന് 3 ചാവേറുകളടക്കം 41 പേരാണ് മരിച്ചത്. 2017 ഡിസംബർ 31-ന് ജെയ്ഷെ ഭീകരർ ആക്രമിച്ച ലത്പോറ കമാൻഡോ ട്രെയിനിംഗ് സെന്ററിന് അടുത്താണ് ഇപ്പോഴത്തെ ഭീകരാക്രമണം. അന്ന് 5 CRPF ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. ഇന്നലെ ജമ്മു കാശ്മീരിലെ അവന്തിപ്പോരയിൽ ഉണ്ടായിരുന്ന തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട VV വസന്തകുമാർ രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ചതിൽ അഭിമാനിക്കുന്നുവെന്ന് സഹോദരൻ സജീവൻ. ഇന്നലെ വൈകിട്ടോടെയാണ് വസന്തകുമാർ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിവരം അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ വിളിച്ചു പറയുന്നത്. 18 വർഷത്തെ സൈനിക സേവനം പൂർത്തിയാക്കിയ വസന്തകുമാർ 2 വർഷത്തിന് ശേഷം തിരിച്ചു വരാൻ ഒരുങ്ങവെയാണ് ആക്രമണത്തിൽ വീരമൃത്യു വരിക്കുന്നത്. ഇതിനിടെയാണ് ബറ്റാലിയൻ മാറ്റം ലഭിച്ചത്. 5 ദിവസത്തെ ലീവിന് നാട്ടിലെത്തി തിരിച്ച് പുതിയ ബറ്റാലിയനിൽ ചേർന്നതിന് പുറകെയാണ് ദുരന്ത വാർത്ത എത്തിയത്. വസന്തകുമാറിന്റെ അച്ഛൻ മരിച്ച് ഏതാണ്ട് 8 മാസങ്ങൾക്ക് ശേഷമാണ് വസന്തകുമാറിന്റെ മരണം. അതേസമയം പുൽവാമയിലെ ഭീകരാക്രമണം ആശങ്കയുളവാക്കുന്നതാണെന്ന് പാകിസ്ഥാൻ അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന ഇന്ത്യയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പാകിസ്ഥാൻ പ്രതികരിച്ചു. സൈനിക വ്യൂഹത്തിന് നേരെ സ്ഫോടക വസ്തു നിറച്ച കാർ ഇടിച്ചു കയറ്റിയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ക്യാബിനറ്റ് സമിതി യോഗം ചേരും. കാശ്മീരിലുണ്ടായ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണെങ്കിലും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പാകിസ്ഥാന് തന്നെയാണെന്നത് പകൽ പോലെ വ്യക്തമാണ്. പാകിസ്ഥാൻകാരനായ മസൂദ് അസ്ഹർ 1998-ൽ തുടങ്ങിയ ഈ ഭീകര സംഘടനയ്ക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ: കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കുക. 2016 ജനുവരിയിൽ പഠാൻകോട്ട് വ്യോമസേനാ താവളത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതും ഇവർ തന്നെയാണ്. ലഷ്കർ തായ്ബ പോലെ തന്നെ പാകിസ്ഥാൻ ചട്ടുകമായി നിയന്ത്രിക്കുന്ന കാശ്മീരിൽ ഭീകര പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. കാശ്മീരിൽ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തുന്നത് പാകിസ്ഥാന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നത് വാസ്തവം. കടുത്ത ഇന്ത്യൻ വിരുദ്ധ നിലപാടുള്ള ഇമ്രാൻഖാൻ അധികാരത്തിലെത്തുന്നതിന് ഇന്ത്യക്ക് തിരിച്ചടിയാകുമെന്ന് നേരത്തെ തന്നെ ആശങ്കയുണ്ടായിരുന്നു. ഇന്ത്യയിലെ സിഖ് വിരുദ്ധ വിശ്വാസികളുടെ ചിരകാല അഭിലാഷമായ കർതാർപൂർ ഗുരുദാസ്പൂർ സിഖ് ഇടനാഴിയുടെ പാകിസ്ഥാനിലെ ശിലാസ്ഥാപന ചടങ്ങിൽ പോലും പാക് പ്രധാനമന്ത്രി കാശ്മീർ വിഷയം വലിച്ചിഴച്ചിരുന്നു. ഒരു കാര്യം വ്യക്തമാണ്: ഏത് കാലത്തും കാശ്മീരിനെ അശാന്തമാക്കി നിർത്തുകയാണ് പാകിസ്ഥാന്റെ തന്ത്രവും ലക്ഷ്യവും. ഇത് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പ്രത്യേകിച്ചു. കാശ്മീരിനെ ലക്ഷ്യമിടുന്ന ഭീകരർക്ക് എല്ലാ തരത്തിലുള്ള സഹായവും പാക് സൈന്യം നൽകുന്നുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. രാഷ്ട്രീയ നേതൃത്വം അതിന് മൗന സമ്മതവും നൽകുന്നു. ഇത് തീക്കളിയാണെന്ന് എത്ര അനുഭവ പാഠങ്ങൾ ഉണ്ടായിട്ടും പാകിസ്ഥാൻ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരം. എന്തായാലും ഇന്ത്യൻ സൈനികരുടെ ജീവന് പാകിസ്ഥാന് ചുട്ട മറുപടി നൽകുമെന്ന് പറയുമ്പോഴും ഇപ്പോഴും അതിർത്തികളിൽ ഇന്ത്യയെ കാക്കുന്ന കാവൽ ഭടന്മാർക്ക് സുരക്ഷിതത്വം ഇല്ല എന്നത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ.
ഇന്ത്യ തകരാതിരിക്കാൻ സ്വയം ചിന്നിച്ചിതറിയ ധീര ജവാന്മാർക്ക് മുന്നിൽ ഇന്ത്യയും ജനങ്ങളും തലകുനിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.